മകളുടെ തിരിച്ചുവരവിന് വേണ്ടി ദിവസവും കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരമ്മയുണ്ട് അവൾക്ക്. സഹോദരങ്ങളുണ്ട്, കുടുംബമുണ്ട്. അവര് സംസാരിച്ചോളും. അർച്ചന നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവരറിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് ഗോകുൽ സാറിനെ ഒന്ന് കാണണം. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കണം. ഇവിടെ ആർക്കും നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. അവന് നിന്നെ കാണുന്ന തന്നെ ഇഷ്ടമല്ല. ദയവ് ചെയ്ത് നീ ഇപ്പൊ പോണം. ഇനിമേലിൽ നീ ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വരരുത്. എനിക്ക് ഗോകുൽ സാറിനെ കണ്ടേ പറ്റൂ. പറയാനുള്ള കാര്യം പറയാതെ പോകാനും പറ്റില്ല. അമ്മ ദേവി, ഇത് ഗോകുൽ സാറിനെ ഒന്ന് വിളിക്ക്. ആരാമേ? ഗോകുൽ, ഗോകുല് ബാഗ് എടുക്കാൻ മാറും. എന്താ സച്ചി? എനിക്ക് വക്കീലിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമായാലും പറഞ്ഞിട്ട് വേഗം പൊയ്ക്കോ. അവൻ ഓഫീസിൽ പോകാൻ സമയമായി. ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. സച്ചി വാ. ഈ നശിച്ചവൻ പിന്നെ എന്തിനാ വന്നു കയറിയത്? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ? എന്റെ ദൈവമേ, ഇവരിത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. സച്ചി, അമ്മ പറഞ്ഞതൊന്നും സച്ചി കാര്യമാക്കണ്ട. അമ്മ പറഞ്ഞല്ലേ എനിക്ക് പ്രശ്നം. സാറിന്റെ വാക്കാ. എനിക്ക് തന്ന വാക്ക് ധരിക്കാനാണോ സാറിന്റെ തീരുമാനം? നിങ്ങളോട് യാചിക്കാൻ വന്ന ഭിക്ഷക്കാരനല്ല ഞാൻ. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എന്റെ ജീവിതമാണ്. സച്ചി പ്ലീസ്, ദേവി ഇത് ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സച്ചിക്ക് എന്ന വാക്ക് ഞാനായിട്ട് മനഃപൂർവ്വം തെറ്റിക്കില്ല. സച്ചിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടിയ അവളെ എനിക്ക് തിരിച്ചേൽപ്പിക്കാനായിരുന്നു നിങ്ങൾ എന്ന വാക്ക്. അതെ, പക്ഷേ ഇതുവരെ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇതുവരെ നിങ്ങൾ അവളെ ഒരു ഡോക്ടറെങ്കിലും കാണിച്ചോ? എന്തേ ഉത്തരം മുട്ടിപ്പോയോ? ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളോടുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെടുക. കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും മരണം വരെ അവൾക്ക് വേണ്ടി എന്നെ കാത്തിരുത്താനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് നടക്കില്ല. സച്ചി, പറഞ്ഞ വാക്കുകൾ ഞാൻ പാലിക്കാതിരിക്കില്ല. ഒരു കാര്യം സച്ചി വിശ്വസിക്കണം, ഒരു ഭാര്യയായിട്ടല്ല സമൃദ്ധിയോട് ഞാൻ പെരുമാറുന്നത്. നോ, അവളുടെ സമൃദ്ധിയല്ല, അർച്ചന. അർച്ചന സച്ചിദാനന്ദൻ. അതുപോലും നിങ്ങൾ മറന്നുപോകുന്നു. സോറി സച്ചി, എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ 10 വർഷം ആ പേര് ആർക്കും അറിയില്ലായിരുന്നല്ലോ സച്ചി.
പിന്നെ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും വഴിപാടുകളും ഇതിനോടകം തന്നെ അവൾക്ക് വേണ്ടി ഞാൻ നടത്തി കഴിഞ്ഞു. ഇനിയൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് വല്ലാത്ത മടുപ്പും ഭയമൊക്കെ ഉണ്ട്. എന്തും പറഞ്ഞ ഞാൻ അവളൊരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ സച്ചി അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അർച്ചനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. സച്ചി പറഞ്ഞല്ലോ സച്ചി യാചകനല്ല എന്ന്. അല്ല, പക്ഷേ ഞാനിപ്പോ സച്ചിയുടെ മുമ്പിൽ ഒരു യാചക വേഷം കിട്ടി നിൽക്കുക. ദയവ് ചെയ്ത് എന്റെ കുടുംബം തകർക്കരുത് പ്ലീസ്. അപ്പോ എന്റെ ജീവിതോ സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷനോടൊപ്പം അയാളുടെ ഭാര്യയായിട്ട് കൺമുന്നിൽ ജീവിക്കുന്ന കാണുമ്പോ ഭ്രാന്ത് പിടിക്കുന്ന എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിൽക്കണം. എനിക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയില്ല. ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട. എന്റെ ഭാര്യയുടെ ഓർമ്മ തിരിച്ചു കിട്ടേണ്ടത് എന്റെ മാത്രം ആവശ്യം. അവളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനുള്ള അധികാരം എനിക്കാ. അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ അവളെ എനിക്ക് വിട്ടുതന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ അർച്ചനയോട് സംസാരിക്കാം. അതും അല്ലെങ്കിൽ എന്നെ കൂടാതെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. മകളുടെ തിരിച്ചുവരവിന് വേണ്ടി ദിവസവും കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരമ്മയുണ്ട് അവൾക്ക്. സഹോദരങ്ങളുണ്ട്, കുടുംബമുണ്ട്. അവര് സംസാരിച്ചോളും. അർച്ചന നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവരറിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എല്ലാരും കൂടെ എരിച്ചു കയറി ഇങ്ങോട്ട് വരും. അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ ഒറ്റൊരാളെ വിശ്വസിച്ച ഇതുവരെ ഞാൻ അവരോട് ഒരു വാക്കുപോലും പറയാത്തത്. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. തകർച്ചയുടെ നെല്ലിപ്പലകല ഞാൻ നിൽക്കുന്നേ. എനിക്ക് എന്റെ അർച്ചനെ തിരിച്ചു വേണം സാറേ. പ്ലീസ് സച്ചി, എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. ഇനി അധികം താമസം ഉണ്ടാവില്ല. ഒന്നും തകർന്നു പോകാതെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് സച്ചി ഒന്ന് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് സച്ചി ഇപ്പൊ ഒന്ന് പോകണം പ്ലീസ്. പിന്നെ ഇവിടെ ഇപ്പൊ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കിയ അർച്ചന എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല സച്ചി. അർച്ചനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് ഒരല്പം സാവകാശം തന്നാൽ മാത്രം മതി. അർച്ചനെ ഞാൻ തിരിച്ചു തരും. പ്ലീസ് സച്ചി.